ഹലോ ഗൈസ്, ഇന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇവളുടെ കണ്ണിനൊരു ചെറിയ ഇറിറ്റേഷൻ, അപ്പം ഒന്ന് പോയി കാണിച്ചേക്കാമെന്ന് കരുതി. പോകുന്ന വഴി നല്ല മഴക്കാറുണ്ടായിരുന്നു. കയ്യിൽ കുടയുണ്ടെങ്കിലും മൊത്തം നനഞ്ഞു വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും പോയിട്ട് വരാമെന്ന് കരുതി അങ്ങ് പോയി. നമ്മുടെ വീടിനടുത്ത് തന്നെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒപ്റ്റിക്കൽസിലോട്ട്. മുമ്പ് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് മറന്നേ പോയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ടാണ് ഈ ഒരു ഒപ്റ്റിക്കൽസിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. അപ്പോഴാണ് സത്യത്തിൽ ഇത് ഓർക്കണത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെന്ന്. പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, പ്രൊസീജിയേഴ്സൊന്നും. പിന്നെ നമ്മൾ ഫ്രണ്ടിനോട് തന്നെ ചോദിച്ചു. പിന്നെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല, പോയി കാണിച്ചാൽ മതിയെന്ന്. പിന്നെ ചെന്നപ്പോഴും അവളോട് ഓരോന്നൊക്കെ ചോദിച്ചു, ഒരു കസേര കൊണ്ടിരുത്തി അവളെ കൊണ്ട് ഓരോന്നൊക്കെ വായിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ നമ്പേഴ്സും ലെറ്റേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. അവളതെല്ലാം വായിച്ചു. കുറച്ചൊക്കെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു വായിക്കാൻ വേണ്ടിയിട്ട്, എന്നാലും കുഴപ്പമില്ല, അവളെല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇറിറ്റേഷൻ്റെ കാര്യവും തലവേദനയുടെ കാര്യവും അവളെല്ലാം പറഞ്ഞു. പിന്നെ അവൾ മുമ്പ് കണ്ണാടി വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാണ്ട് അവൾ കണ്ണാടി വെപ്പ് നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇനിയും വെക്കാൻ പറയുമോയെന്ന്. ഏതായാലും ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. ഇനിയും ചിലപ്പം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്തായാലും പോരുമല്ലേ, അവിടെ കുറേ ഗ്ലാസ്സസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും കൂടെ കണ്ടിട്ടിറങ്ങാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഓരോന്നൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു. കുറേ കളർഫുൾ ഗ്ലാസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇരിക്കുന്നത് കണ്ടപ്പം. എനിക്കിത് കണ്ടപ്പം നമ്മുടെ പെരുന്നാളും ഉത്സവവും ഒക്കെ ഓർമ്മ വന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണുമായിരുന്നു ഇതുപോലത്തെ കുറേ ഗ്ലാസ്സസ്. പിന്നെ അവിടുന്ന് പേപ്പറൊക്കെ തന്നു. നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി ഇറങ്ങി. അവിടെ ഒരു പടി ഉണ്ടായിരുന്നു, ഞാനിത് കണ്ടില്ല. ഇപ്പോൾ അവിടെ തലയും കുത്തി കിടന്നേനെ, ഏതായാലും ഒന്നും പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു സൂപ്പർ മാർക്കറ്റ്. അപ്പുറത്ത് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അവിടെയും കൂടെ കയറി കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കാമെന്ന് കരുതി. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഇനി അതിനായിട്ടൊരു വരവ് വരണ്ടല്ലോ എന്ന് കരുതി. എന്തായാലും അവിടെയും കൂടെ അങ്ങ് കയറി. അവിടെ ചെന്നപ്പോൾ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ച് നമ്മളങ്ങ് വീട്ടിലോട്ടങ്ങ് പോയി. 2 പേരുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, കാരണം 2 പേരും ഒന്നും കഴിച്ചിട്ടില്ല. സമയം 3-3:30 ആയി. ഏതായാലും ഇനി ചെന്നിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.